നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിൽ മട വീണു. AC റോഡിലെ ഗതാഗത സ്തംഭനം അനിശ്ചിതമായി നീളാൻ സാധ്യത. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടവും ഇതോടെ ഇത്തവണയും വെള്ളത്തിലാകും. പ്രകൃതി പ്രളയജലമായി പരക്കുമ്പോൾ നിസ്സഹായതയുടെ നിലവിളി ശബ്ദങ്ങളാണ് പാടശേഖരങ്ങളിൽ മുഴങ്ങുന്നത്. കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിൽ മട വീണു. ആയിരക്കണക്കിന് ഏക്കർ മടവീഴ്ച ഭീഷണി. മഴ മാറിയെങ്കിലും കുട്ടനാട്ടിൽ ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ പെയ്താർക്കുകയാണ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ കുട്ടനാട്ടിൽ ഹർത്താലിന്റെ പ്രതീതി. വിശദമായ വാർത്തകൾ. മങ്കൊമ്പ് മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്ത് മട വീണു. 180 ഏക്കറോളം വരുന്ന നെൽകൃഷി ഇതോടെ വെള്ളത്തിലായി. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടവും ഇതോടെ വെള്ളം കയറി നശിക്കും. AC റോഡിലെ ഗതാഗത സ്തംഭനം അനിശ്ചിതമായി നീളുന്നതിനും മടവീഴ്ച കാരണമാകും. കർഷകർ ചേർന്നാണ് മങ്കൊമ്പ് മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിൽ ഇക്കുറി രണ്ടാം കൃഷി ഇറക്കിയത്. 180 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ 75 ദിവസത്തോളം പ്രായമെത്തിയ നെൽച്ചെടികളാണ് മടവീഴ്ചയിൽ നശിച്ചത്. കർഷകർ മട ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കൃഷിപ്പണികളെല്ലാം തീർത്ത് 50 ദിവസത്തിന് ശേഷം കൊയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു കർഷകർ. ആണ്ടുകാലം ഇങ്ങനെ കുറെ കാര്യങ്ങളാകല്ലേ ആരും പറയില്ല. പാക്കേജുകാരെല്ലാം കൈതള്ളി വിട്ടിരിക്കുക. കംപ്ലീറ്റ് 3 വളവ് വിട്ട് മരുന്ന് വരെ അടിച്ച് നിൽക്കുക. ഇനിയും കതിരെ നോക്കി നിൽക്കുക. സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇതിന് സമാന്തരമായിട്ട് 3-4 പാടശേഖരങ്ങളുണ്ട്. അതിൻ്റെ സംരക്ഷണം കൂടെ ഇതിൻ്റെ പേരൊക്കെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ AC റോഡ് നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ എഴുകാട്ടും പാടശേഖരമുണ്ട്, 4 തോട്ടും പാടശേഖരമുണ്ട്, തെക്കേ 900 പാടശേഖരമുണ്ട്. അങ്ങനെ 3-4 പാടശേഖരമായി ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ആ ഒരു ഇത് ഒരുപോലെയുള്ള ഒരു യോജിച്ച പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ പാടശേഖരം സംരക്ഷിക്കാനൊക്കത്തുള്ളൂ. ഇപ്പം വളരെ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ 3-4 മിഷ്യൻ കടന്നുകൊണ്ട് JCB ഇട്ടുകൊണ്ട് കട്ടകുത്തി സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ പാടശേഖരം നിലനിൽക്കുമെന്ന കാര്യം പോലും ഉറപ്പില്ല. കഴിഞ്ഞ പാടശേഖര സമിതിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കുന്നതിനും പുറംബണ്ട് ഉയർത്തുന്നതിനുമായി സർക്കാർ അനുവദിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനെത്തിയ മന്ത്രി അടൂർ പ്രകാശ് 7 ലക്ഷത്തോളം രൂപ അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ MP ഫണ്ടും MLA ഫണ്ടുമൊക്കെയായി ലക്ഷങ്ങൾ വേറെയും പാടശേഖരത്തിന് കിട്ടിയിരുന്നു. എന്നാൽ മുൻ പാടശേഖര സമിതി കുറച്ച് തെങ്ങിൻകൂറ്റികളും ആറ്റുകട്ടയും ഇറക്കി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് ബാക്കി പണം അടിച്ചു മാറ്റിയതാണ് ഈ വർഷവും മടവീഴ്ചയ്ക്ക് കാരണമെന്ന് കർഷകർ തന്നെ പറയുന്നു. ഇത്തവണത്തെ പാടശേഖര സമിതി കൈകാശിറക്കി പാടശേഖരത്തിന്റെ പുറംബണ്ടുകൾ ബലപ്പെടുത്തിയിരുന്നെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മടകവിഞ്ഞ പാടശേഖരം വെള്ളത്തിലാവുകയായിരുന്നു. ഇതോടെ പാടശേഖരത്തിന് വടക്കുവശമുള്ള മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പരീക്ഷണ പാടവും വെള്ളത്തിലാകും. പരീക്ഷണം, അത്യുൽപാദനം, അധ്യയനം, കൃഷി എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ ലക്ഷ്യങ്ങളാണ് നെല്ല് ഗവേഷണ കേന്ദ്രം വർഷാവർഷം വെള്ളത്തിലാക്കുന്നത്. 5 ഹെക്ടർ മാത്രം വിസ്തൃതിയുള്ള 1940 സ്ഥാപിതമായ പരീക്ഷണ പാടത്തിന് പുറംബണ്ട് നിർമ്മിക്കുവാനുള്ള യാതൊരു ശ്രമങ്ങളും ഇതേവരെ ഉണ്ടായിട്ടില്ല. ചാക്കിൽ മണ്ണ് നിറച്ച് കിഴക്കൻ വെള്ളത്തെ പ്രതിരോധിക്കുവാൻ കാർഷിക ഗവേഷണ കേന്ദ്രം കാട്ടുന്ന ജാഗ്രത അപലപനീയമാണ്. ഇതേക്കുറിച്ച് KCB വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിൽ മട വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വർഷങ്ങളായി കൃഷിയില്ലാതെ കിടന്ന കായൽ നിലങ്ങളിൽ, ചിത്തിര, മാർത്താണ്ഡം കായലുകളിൽ കോടിക്കണക്കിന് രൂപയാണ് ഇറിഗേഷൻ വകുപ്പ് കുട്ടനാട് പാക്കേജിന്റെ പേരിൽ വെള്ളത്തിലാക്കിയത്. എല്ലാ വർഷവും കൃഷി നടക്കുന്ന മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിന്റെ പുറംബണ്ടുകൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടികളും കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയോ കൃഷിഭവന്റെ ഭാഗത്തു നിന്നോ ഇതേവരെ ഉണ്ടായിട്ടില്ല. ക്യാമറാമാൻ മർഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCB വാർത്തകൾ. കാലവർഷം തകർത്തെറിഞ്ഞത് കുട്ടനാടൻ കാർഷിക മേഖലയെ. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിലെ കൃഷിയാണ് നശിച്ചത്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഇത്രയധികം രൂക്ഷമാവാൻ കാരണം. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ രണ്ടാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിലെ നെൽകൃഷി ഇതിനോടകം തന്നെ മടവീണ് നശിച്ചിരിക്കുകയാണ്. രണ്ടാം കൃഷി ഇറക്കിയ 12,000 ഏക്കറിൽ 2,500 ഏക്കറോളം ഇതിനോടകം തന്നെ മടവീണ് പൂർണ്ണമായി നശിച്ചു. ബാക്കി നിൽക്കുന്ന പാടശേഖരങ്ങളിലെ 3/4 പങ്കും മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. വെള്ളം കയറിയ പാടത്തു നിന്നും വേഗത്തിൽ വെള്ളം വറ്റിച്ചു മാറ്റിയാലും അത് വിളവിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. ഞാനും ഈ പാടശേഖരത്തിൽ കർഷകൻ തന്നെയാണ്. 5 ഏക്കർ നിലം കൃഷി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വമ്പിച്ചൊരു വെള്ളപ്പൊക്ക ഭീഷണിയാണ്
അവസ്ഥയാണ് ഞങ്ങൾ നേരിടുന്നത്. 10-60 ആൾക്കാർ നിന്ന് രാത്രി രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാടത്തിന് നമ്മൾ പിടിച്ച് ഈ പരുവത്തിൽ നിർത്തിയിരിക്കുന്നത്. 20-25 ദിവസം പ്രായമായ നെൽച്ചെടി വരെയുണ്ട്, അതെല്ലാം മുങ്ങിക്കിടക്കുകയാണ്. ഈ മോട്ടോർ പോലും പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതിന് തന്നെ ഒരു 4-5 ആൾക്കാരെ കാവലിരുത്തിക്കൊണ്ടാണ് ഇത് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ പമ്പ് ചെയ്ത് ഈ പരുവാക്കി നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടത്തില്ല എന്നുള്ളൊരു രണ്ടും കൽപ്പിച്ചുള്ളൊരു ഇതിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നടന്നത്. ഇത്തരത്തിൽ വെള്ളം കയറിയ പാടശേഖരങ്ങളിലെ നെൽച്ചെടികളെല്ലാം അടിക്കണ കൊതുമ്പ് പ്രായമെത്തിയതാണ്. എല്ലാ വർഷവും രണ്ടാം കൃഷി നടത്തുന്ന ചമ്പക്കുളം പഞ്ചായത്തിലെ ഒട്ടുമിക്ക പാടശേഖരവും കരകവിഞ്ഞ് ഒഴുകുകയാണ്. പാടശേഖരങ്ങൾ തുടർച്ചയായി മടവീണ് നശിക്കുമ്പോഴും അധികാരികൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. പുറംബണ്ടി ഇതുവരെ നിർമ്മിച്ചു തന്നിട്ടുമില്ല. നിർമ്മിക്കാനുള്ള കുട്ടനാട് പാക്കേജിലുണ്ടെങ്കിൽ അത് ഇതുവരെ ഒന്നും ആയിട്ടുമില്ലെന്ന്. ഓരോ വെള്ളപ്പൊക്കത്തിലും തകർന്നടിയുന്നത് കുട്ടനാടൻ കർഷകരുടെ സ്വപ്നങ്ങളാണ്. ഈ കാലയളവിൽ നിരവധി വാഗ്ദാനങ്ങൾ അധികാരികൾ നൽകാറുണ്ടെങ്കിലും ഇവയൊന്നും പാലിക്കപ്പെടാറില്ല. ഇവിടെ വീണ്ടും ബാക്കിയാവുന്നത് കർഷകരുടെ വേദനകൾ മാത്രം. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCB ന്യൂസ്. മഴ മാറിയെങ്കിലും കുട്ടനാട്ടിൽ ദുരന്തങ്ങൾ ഇപ്പോഴും പെയ്യുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. AC റോഡിലെ ഗതാഗത സ്തംഭനം തുടരുകയാണ്. AC റോഡിൽ KSRTC ബുധനാഴ്ച ആലപ്പുഴ മുതൽ രാമങ്കരി വരെ 4-5 സർവീസുകൾ നടത്തിയിരുന്നു. ഇതൊഴിച്ചാൽ ഗതാഗതം തീർത്തും കുറവാണ്. ഹർത്താലിന്റെ പ്രതീതിയാണ് കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ. AC റോഡ് കടന്നുപോകുന്ന കിടങ്ങറ, മാമ്പുഴക്കരി, രാമങ്കരി, പള്ളിക്കൂട്ടം ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നതും കുട്ടനാട്ടിലാണ്. 200ഓളം ക്യാമ്പുകളാണ് കുട്ടനാട്ടിൽ തുറന്നിരിക്കുന്നത്. സപ്ലൈകോയിൽ നിന്നും കൃത്യമായി സാധനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നേരിയ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ യഥാസമയം സാധനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് BJP തലവടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പടിയിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. കുട്ടനാട്ടിൽ 10ഓളം വീടുകൾ പൂർണ്ണമായും നശിച്ചു. നിരവധി വീടുകൾ തകർച്ചയുടെ ഭീഷണിയിലാണ്. പാടശേഖരങ്ങളുടെ പുറംബണ്ടിൽ താമസിക്കുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നത്. പലരും വീട്ടിൽ വെള്ളം കയറിയില്ലെങ്കിലും മടവീഴ്ച ഭീഷണിയെ തുടർന്ന് ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. മടവീഴ്ചയ്ക്കൊപ്പം വീടുകളും ഒലിച്ചു പോകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. AC റോഡിലെ ഗതാഗതം കൂടി നിലയ്ക്കുന്നതോടെ കുട്ടനാട് കൂടുതൽ ഒറ്റപ്പെടും. ഇനി ജലോത്സവ വാർത്തകൾ. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി കൾച്ചറൽ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വൻ ജനാവലി സാക്ഷ്യം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ജില്ലാ കളക്ടർ N. പത്മകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലെ 18 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. നിശ്ചല ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും ചെണ്ടമേളവും അമ്മൻകുടവും ഘോഷയാത്രയ്ക്ക് മോടികൂട്ടി. NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ്, പോലീസ്, കേഡറ്റ് തുടങ്ങിയ വിഭാഗങ്ങളും അണിനിരന്നു. ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന ആലപ്പുഴ നിറവ് കലാസാംസ്കാരിക കൂട്ടായ്മയുടെ നാട്ടരങ്ങും ഉണ്ടായിരുന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CK സദാശിവൻ, AM ആരിഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. പ്രതിഭാഹരി, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസിഡോ, DCC പ്രസിഡന്റ് AA ഷുക്കൂർ, തോമസ് ജോസഫ്, PP ചിത്തരഞ്ജൻ, RDO TR ആസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോമഡി ഷോ, നാടൻപാട്ട് മഹോത്സവം, നാടകം, ഗാനമേള, ദേശഭക്തി ഗാനങ്ങൾ, ഗാനമേള, ഫയർ ഡാൻസ് എന്നിവയും ഉണ്ടായിരുന്നു. കായലിന്റെ മക്കൾ തുഴയുന്നത് പായിപ്പാട് ചുണ്ടനിൽ. കാവാലം ജോഷി ക്യാപ്റ്റനായുള്ള പുന്നമട ബോട്ട് ക്ലബ്ബാണ് പായിപ്പാട് ചുണ്ടനെ നെഹ്റു ട്രോഫിക്ക് എത്തിക്കുന്നത്.
വേമ്പനാട് കായലിന്റെ കുഞ്ഞോളങ്ങളെ തഴുകിത്തലോടി വളർന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് PBC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പുന്നമട ബോട്ട് ക്ലബ്ബ്. മൂലം ജലോത്സവത്തോടനുബന്ധിച്ചാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് പരിശീലനത്തൊഴിച്ചിൽ ആരംഭിച്ചത്. 2006 ജീസസ് ബോട്ട് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഒരു വിഭാഗമാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നത്. പായിപ്പാടി ചുണ്ടലിൽ 89 തുഴക്കാരും 10 നിലക്കാരും 5 അണിയക്കാരും ഉൾപ്പെടും. പുന്നമടക്കായലിൽ കളിവള്ളങ്ങളുടെ വേഗക്കുതിപ്പിന് അങ്കത്തട്ടൊരുങ്ങി. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ വള്ളങ്ങൾ തീവ്ര പരിശീലനത്തിലാണ്. കരയിലും വെള്ളത്തിലും ആവേശം അലയടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ അറിയിച്ചു. ജലോത്സവ ചരിത്രത്തിൽ ഏറ്റവുമധികം വള്ളങ്ങൾ പങ്കെടുക്കുന്നത് ഇക്കുറിയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 72 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. 16 ചുണ്ടൻ വള്ളങ്ങളാണ് പ്രധാന മത്സരത്തിൽ ഉണ്ടാവുക. വെപ്പ A ഗ്രേഡിൽ 7ഉം B ഗ്രേഡിൽ 6ഉം ഇരുട്ടുകുത്തി AB ഗ്രേഡുകളിലായി 17ഉം ചുരുളനിൽ 4ഉം തെക്കനോടി വനിതയിൽ 6ഉം ടീമുകൾ ഇത്തവണ മാറ്റുരയ്ക്കും. ഇരുട്ടുകുത്തി C പ്രദർശന വിഭാഗത്തിൽ 10 വള്ളങ്ങൾ ഉണ്ടാവും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ജലോത്സവ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ഷീല ദീക്ഷിതാണ് ഇത്തവണ മുഖ്യാതിഥി. കൂടാതെ സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. വള്ളംകളിയുടെ സുരക്ഷാ ചുമതലയ്ക്കായി 2000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. പുന്നമടയിലും പരിസരത്തെയും 17 സെക്ടറുകളായി തിരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 21 ഡിവൈഎസ്പിമാർ, 36 CIമാർ, 350ഓളം SIമാർ എന്നിവരെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 1:30 ശേഷം ഔദ്യോഗികമല്ലാത്ത ജലയാനങ്ങൾ മത്സര ട്രാക്കിൽ പ്രവേശിച്ചാൽ പിടിച്ചെടുത്ത നിയമ നടപടികൾ സ്വീകരിക്കും. ഇവയുടെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും കട്ട് ചെയ്യുവാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. വള്ളംകളി ട്രാക്കിൽ നീന്താൻ ആരെയും അനുവദിക്കില്ല. 1 മണിക്ക് ശേഷം അനൗൺസ്മെന്റ്, പരസ്യ ബോട്ടുകൾ, മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ല. പുന്നമടയിലും പരിസരത്തും മദ്യപാനം നടത്തുന്നവരെ പിടികൂടാൻ ഷാഡോ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ജലോത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ 11 മുതൽ ആലപ്പുഴ നഗരത്തിൽ ഗതാഗതം നിയന്ത്രിക്കും. രാവിലെ 6 മുതൽ റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കില്ല. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും. ജില്ലാ കോടതി മുതൽ കിഴക്കോട്ട് തത്തമ്പള്ളി, കായൽ, കുരിശടി ജംഗ്ഷൻ വരെയും കൺട്രോൾ റൂം മുതൽ ഫയർഫോഴ്സ് ഓഫീസ് വരെയും വാഹന ഗതാഗതം നിരോധിക്കും. KSRTCയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് ശനിയാഴ്ച രാവിലെ 9 മുതൽ രാത്രി 8 വരെ നഗരത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ല. ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാർമൽ സ്കൂളിലും സെന്റ് ആന്റണീസ് സ്കൂൾ ഗ്രൌണ്ടുകളിലും പാർക്ക് ചെയ്യണം. കൈനഗിരി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ വെച്ച് ആഗസ്റ്റ് 8 നടത്താനിരുന്ന കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ വിദ്യാരംഗം ഉദ്ഘാടനവും കവിതാ ശില്പശാലയും ഓഗസ്റ്റ് 13 ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി കൺവീനർ അറിയിച്ചു. ഇനി വ്യത്യസ്തമായൊരു ഉപരോധ സമരം കാണാം. AC റോഡിലെ ഉപരോധ കാഴ്ചയുടെ വാർത്ത ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല.
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. അധികം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാതെ വെള്ളപ്പൊക്കത്തിനിടയിൽ ഒരു ഉപരോധ സമരം നടന്നു. പള്ളിക്കുട്ടമ്മയ്ക്ക് പടിഞ്ഞാറ് വശം AC റോഡിലാണ് സമരം അരങ്ങേറിയത്. അധികം വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കാതെ വെള്ളപ്പൊക്കത്തിനിടയിൽ ഒരു ഉപരോധ സമരം നടന്നു. പള്ളിക്കൂട്ടമ്മയ്ക്ക് പടിഞ്ഞാറ് വശം AC റോഡിലാണ് സമരം അരങ്ങേറിയത്. കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന മടവീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് താറാവിൻകൂട്ടം AC റോഡ് ഉപരോധിച്ചത്. മടവീഴ്ചയെ തുടർന്ന് കർഷകനൊപ്പം പട്ടിണിയിലാവുകയാണ് തങ്ങളെന്നും അതിനാലാണ് ഇത്തരമൊരു ഉപരോധ സമരം സംഘടിപ്പിച്ചതെന്നും അവയുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ അടർന്നു വീഴുന്ന കതിർമണികൾ കൊത്തിപ്പിറക്കിയാണ് തങ്ങൾ വിശപ്പടക്കിയിരുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം പട്ടിണിയുടെ വറുതി കാലമാണ് വരാൻ പോകുന്നത്. കൊയ്ത്തുള്ള പാടശേഖരങ്ങളിൽ പുറംബണ്ട് നിർമ്മിക്കാതെ വർഷങ്ങളായി തരിച്ചു കിടന്ന പാടശേഖരങ്ങളിൽ കോടികൾ കലക്കിക്കളഞ്ഞ കുട്ടനാട് പാക്കേജിനോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോടുമൊക്കെയുള്ള കൊഞ്ചനം കുത്തലും ഇവയുടെ ശബ്ദത്തിലുണ്ട്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ സ്ഥിരമായി മട വീഴുന്നതിൽ പ്രതിഷേധിച്ച് താറാവിൻകൂട്ടം AC റോഡ് ഉപരോധിച്ചു. എന്തിനാണ് ഈ ഉപരോധമെന്നല്ലേ? സ്ഥിരമായി മടവീഴ്ച ഉണ്ടാകുമ്പോൾ കർഷകർക്കൊപ്പം ദുരിതത്തിലാകുന്നത് തങ്ങളുമാണെന്ന് അവർക്കറിയാം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ അടർന്നു വീഴുന്ന കതിർമണികൾ കൊത്തിപ്പെറുക്കാൻ ഇനി തങ്ങൾക്ക് കഴിയില്ല. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. കൈനകരി കനകാശ്ശേരി പാടശേഖരത്തെ മടവീഴ്ച കർഷകരുടെ കഠിനാധ്വാനത്തെ തുടർന്ന് പ്രതിരോധിച്ചു. തിങ്കളാഴ്ച രാത്രി 10:30 പാടശേഖരത്തിന്റെ ബണ്ടിലുണ്ടായ മടവീഴ്ചയാണ് കർഷകർ അടച്ചത്. 125 ഏക്കർ വരുന്ന പാടശേഖരത്തെയാണ് കർഷകർ മടവീഴ്ചയിൽ നിന്നും രക്ഷിച്ചത്. പാടശേഖരത്തിന്റെ പുറംബണ്ടിലുണ്ടായ മടവീഴ്ചയെ തുടർന്ന് 100ഓളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിലാണ് ബണ്ട് നിർമ്മാണം നടന്നത്. കനകാശ്ശേരി പാടശേഖരം വെള്ളത്തിൽ മുങ്ങിയാൽ സമീപത്തെ വലിയകരിപ്പാടം, മീനപ്പള്ളി പാടശേഖരവും സമീപത്തെ 600ഓളം കുടുംബങ്ങൾക്കും നാശമുണ്ടാകും. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പാടശേഖരത്തെ വെള്ളം വറ്റിച്ച് കൃഷി സംരക്ഷിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഉത്രാടം തിരുനാൾ നീരേറ്റുപുറം പമ്പ ജലമേള സെപ്റ്റംബർ 6 ഉത്രാടം നാളിൽ നീരേറ്റുപുറം പമ്പയാറ്റിൽ നടക്കുമെന്ന് ജലോത്സവ കമ്മിറ്റി സെക്രട്ടറി പുന്നൂസ് ജോസഫ്. മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു ട്രോഫി ജലോത്സവം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ജലമാമാങ്കത്തിന് നീരേറ്റുപുറം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്നും കുട്ടനാട്ടിലെ പ്രമുഖ ജലരാജാക്കന്മാർ ഉൾപ്പെടെ നിരവധി കളിവള്ളങ്ങൾ നീരേറ്റുപുറം ജലോത്സവത്തിൽ പങ്കെടുക്കുമെന്നും പുന്നൂസ് പറഞ്ഞു. ഉത്രാടം തിരുനാൾ പമ്പ ജലമേള ഈ വർഷം ഉത്രാടം നാളായ സെപ്റ്റംബർ മാസം 6 തീയതി നീരേറ്റുപുറം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ കുട്ടനാട്ടിലെ പ്രമുഖ ജലരാജാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു സാംസ്കാരിക സാമുദായിക നേതാക്കന്മാരെയും കേന്ദ്രമന്ത്രിമാരും MPമാരും MLAമാരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധമായിട്ടുള്ള കലാകാരന്മാരുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ വർഷം വള്ളങ്ങൾ നടത്തുന്നതിനായിട്ട് തീരുമാനിച്ച് അതിന്റെ വിപുലമായ ഒരു കമ്മിറ്റി എടുക്കുകയുണ്ടായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷൻ മുതൽ പവർ ഹൌസ് വരെയുള്ള റോഡ് വെള്ളത്തിൽ. റോഡിൽ വെള്ളം കയറിയതോടെ സമീപത്തെ നെൽപ്പാടവും മടവീഴ്ച ഭീഷണിയിലാണ്. മങ്കൊമ്പ് KCB 66 kV സബ്സ്റ്റേഷൻ ഉടമസ്ഥതയിലാണ് ഈ റോഡ്. മഴയെത്തിയാൽ ആദ്യം വെള്ളം കയറുന്നതും ഈ റോഡിൽ തന്നെയാണ്. KCBയോട് നാട്ടുകാർ പലതവണ റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെയേറെ ഞങ്ങൾ നാട്ടുകാരുടെ ആഗ്രഹത്തിന്റെയും സ്വപ്നത്തിന്റെയും ഫലമായിട്ടൊക്കെ ഉണ്ടായ ഒരു വഴിയാണ്. ഈ പ്രദേശത്തെ ആൾക്കാർ വളരെ സൗജന്യമായിട്ടാണ് ഇതിനുവേണ്ടി ഭൂമി വിട്ടുകൊടുത്തത്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ റോഡിനോട് വളരെ അലംഭാവപൂർണമായൊരു സമീപനമാണ്. കാരണം കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഇതുപോലെ വെള്ളമാണ് ഈ റോഡിൽ. എന്നാൽ ഈ റോഡ് ഉയർത്തുന്നതിനോ അവരുടെ തന്നെ ട്രാൻസ്പോർട്ടിങ്ങിന് ഏറ്റവും അധികം അത്യാവശ്യമുള്ള ഒരു വഴിയാണ്. അതിലുപരിയായി തെക്കേക്കരയിലെയും മങ്കൊമ്പിലെയും മങ്കൊമ്പ് ക്ഷേത്രത്തിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്ന ധാരാളം യാത്രക്കാർ ഒരു ദിവസം കാൽനടയായി സഞ്ചരിക്കുന്ന ഒരു പ്രധാന വഴിയും കൂടാണിത്.
ഇത് ഇത്രയധികം മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഇപ്പോഴും അധികാരികൾ ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെ പരിതാപകരമാണ്. ഈ അവസ്ഥയ്ക്ക് വളരെ അടിയന്തരമായ ഒരു മാറ്റം വരുത്തിയേ തീരും. അതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്നും തീവ്രമായ ഒരു ശ്രമം ഉണ്ടാകണം. പവർ ഹൗസ് റോഡിൽ വെള്ളം കയറിയതിനാൽ നാട്ടായം പാടശേഖരം മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. റോഡ് ഉയർത്തുകയല്ലാതെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ വെള്ളപ്പൊക്കത്തിൽ മന്ത്രി പുത്രനും കുടുംബവും അടക്കം നിരവധി പേർ കുടുങ്ങി. മന്ത്രി അടൂർ പ്രകാശിന്റെ മകൻ ജയകൃഷ്ണനും കുടുംബവുമാണ് AC റോഡിലെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടുപോയത്. AC റോഡിൽ കൂടി കടന്നുപോകുന്ന നിരവധി വാഹനങ്ങളാണ് വെള്ളത്തിൽ നിന്നുപോയത്. ചങ്ങനാശ്ശേരി മേപ്രാൽ പാലത്തിന് സമീപത്താണ് മന്ത്രി പുത്രൻ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിയത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. കൂടാതെ കോൺഗ്രസ് നേതാവായ അനിൽ ബോസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ പണിപ്പെട്ടു. ജയകൃഷ്ണന്റെ വാഹനം നീക്കാൻ BMW കമ്പനിയിൽ നിന്നും ആളെത്തേണ്ടി വന്നു. കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ AC കനാൽ ഒന്നാങ്കര മുതൽ പള്ളാത്തുരുത്തി വരെ തുറക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് മേഖലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ ചെറുകാട്. AC കനാലിന്റെ നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കിയാൽ AC റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാവും. കിലോമീറ്ററിന് 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ച AC റോഡിന്റെ ഡിസൈനിങ്ങിലും നിർമ്മാണത്തിലുമുണ്ടായ പിഴവുകളാണ് കിടങ്ങറ, മാമ്പുഴക്കരി, പള്ളിക്കൂട്ടുമ, ഒന്നാങ്കര മുതൽ മങ്കൊമ്പ് വരെയുള്ള ഭാഗം, പള്ളാത്തുരുത്തി എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ PWD ഓഫീസുമായിട്ട് ഇത് സംബന്ധിച്ച് റോഡിന്റെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇതുപാട് യാതൊരു ബന്ധവുമില്ല. അതായത് ഇതിന്റെ കൊട്ടാരക്കരയിലും തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള KSTP ആണ് ഇതിന്റെ പണികൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ KSTP-യുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്കും മാന്യമായിട്ടുള്ളൊരു മറുപടി തരുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികൾ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള മറുപടി, നല്ലൊരു മറുപടി പോലും അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ, അതായത് കുട്ടനാട് നമുക്ക് ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥ നിലനിൽക്കുകയാണ്. ഇവിടെ ഈ AC റോഡിൽ ജലനിരപ്പ് കണ്ടില്ലേ, അതായത് ഇട റോഡുകളും കുട്ടനാട്ടിലെ ഓരോ പഞ്ചായത്തും, മുട്ടാറടക്കമുള്ള പഞ്ചായത്തും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമാകുന്നില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSTP-യുടെ കൊട്ടാരക്കരയുടെ ഓഫീസിന് മുൻപിലും അതുപോലെ തന്നെ AC കനാൽ നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ കുട്ടനാട് പാക്കേജിന്റെ ഓഫീസിന് മുൻപിൽ റിലേ സത്യാഗ്രഹം നടത്തുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ മങ്കമ്പിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മങ്കൊമ്പ് തെക്കേക്കര മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിൽ മട വീണു. AC റോഡിലെ ഗതാഗത സ്തംഭനം അനിശ്ചിതമായി നീളാൻ സാധ്യത. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടവും ഇതോടെ ഇത്തവണയും വെള്ളത്തിലാകും. പ്രകൃതി പ്രളയജലമായി പരക്കുമ്പോൾ നിസ്സഹായതയുടെ നിലവിളി ശബ്ദങ്ങളാണ് പാടശേഖരങ്ങളിൽ മുഴങ്ങുന്നത്. കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിൽ മട വീണു. ആയിരക്കണക്കിന് ഏക്കർ മടവീഴ്ച ഭീഷണി. മഴ മാറിയെങ്കിലും കുട്ടനാട്ടിൽ ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ പെയ്താർക്കുകയാണ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ കുട്ടനാട്ടിൽ ഹർത്താലിന്റെ പ്രതീതി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.